ഡോക്ടർ അഭിലാഷ്, താങ്കൾ ഈ പുതിയ ഒരു പ്രതിഭാസത്തെക്കുറിച്ച് പറഞ്ഞു. അതിശക്തമായ മഴയുണ്ടാക്കുന്ന വലിയ മേഘങ്ങളെക്കുറിച്ച്, ചുഴലിയുടെ സ്വഭാവത്തിലുള്ള വലിയ കാറ്റിനെക്കുറിച്ച്. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സാധാരണ ജീവിതത്തിന് വലിയ ഭീഷണി ഉണ്ടാക്കുന്നതും. അങ്ങനെയാണെങ്കിൽ ഇത് അതാത് പ്രദേശങ്ങളിൽ പെട്ടെന്ന് സംഭവിക്കുന്നതാണല്ലോ. അപ്പോൾ ഒരു ലോക്കൽ ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് പ്രാദേശിക ഇടങ്ങളിൽ ഇതിൻ്റെ ഒരു മഴ അല്ലെങ്കിൽ കാലാവസ്ഥ പ്രവചനം എന്നത് ഒരു കൃത്യതയോടുകൂടി നടപ്പാക്കാൻ അല്ലെങ്കിൽ ഒരു പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് നടപ്പാക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? ഇപ്പോൾ എനിക്കൊന്ന് പല വിദേശ രാജ്യങ്ങളിലും അത് സാധ്യമാകുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഇപ്പം നമ്മൾ വിൻഡ് ഗസ്റ്റ് പ്രൊഡിക്റ്റ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ സ്കോൾ ലൈൻസ് അല്ലെങ്കിൽ സ്കോൾ വിൻഡ്, അതായത് സഡൻ ബേസ്റ്റ് ഓഫ് വിൻഡ് ലാസ്റ്റിംഗ് ഫോർ മോർ ദാൻ 1 മിനിറ്റ്, അത് മുമ്പ് പറഞ്ഞ പോലെ 5 മിനിറ്റൊക്കെ ഡ്യൂറേഷനിലുള്ള സ്കോൾസ് ഒരു പരിധിവരെയൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് മുമ്പ് നീതാമാടൻ സൂചിപ്പിച്ചതുപോലെ ഈ നൗകാസ്റ്റിങ്ങിൽ മാത്രമേ അത് സാധിക്കുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഒരു 3 മണിക്കൂർ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്ന നൗകാസ്റ്റിങ്ങിൽ നമുക്ക് സാറ്റലൈറ്റ് ഇമേജും റഡാർ സംവിധാനങ്ങളും റഡാറിൻ്റെ സിഗ്നൽസും ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴാണ് ഈ വിൻഡ് സ്കോളി വിൻഡ് അപ്രോച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം ഈ ഒരു 2 ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പല പ്രദേശങ്ങളിലും കണ്ടുവരുന്നത് സ്കോളി വിൻഡാണ്, സ്കോൾ വിൻഡാണ്. അത് വിൻഡ് ഗസ്റ്റുമായിട്ട് ഡിഫറെൻ്റ് ആണ്. വിൻഡ് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ മിന്നൽ ചുഴി അല്ല ഇത് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ഈ കാറ്റ് ഒരു കുറച്ച് സമയം, കൂടുതൽ സമയം നീണ്ടു നിൽക്കുന്ന ടൈപ്പുള്ള ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ്സ് വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന ടൈപ്പ് സ്കോളി വിൻഡാണ്. ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ കുറച്ചൊക്കെ നമുക്ക് സാധിക്കും. അത് മുമ്പേ നീതാമാടൻ പറഞ്ഞതുപോലെ സാറ്റലൈറ്റും റഡാർ സംവിധാനങ്ങൾ വെച്ച് നൗകാസ്റ്റ് റേഞ്ചിൽ കുറഞ്ഞ പക്ഷേ ഒരു 3 മണിക്കൂർ മുമ്പെങ്കിലും നമുക്ക് ഏത് ഭാഗത്ത് അതുണ്ടാകും എന്നുള്ള പ്രവചന സംവിധാനങ്ങൾ സാധ്യമാണ്. ഒരു പക്ഷേ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ ഈ മൺസൂൺ സീസണിൽ തന്നെ അത്തരം ഫോർകാസ്റ്റുകൾ നമുക്ക് ലഭിച്ചുകൂടായികയില്ല. അപ്പം അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ് സൂചിപ്പിച്ചത്. അത് സാധ്യമാണ്. കാരണം ഗസ്റ്റ് വിൻഡ് ഡിഫറെൻ്റ് ആണ്. നമ്മളിത് എല്ലാത്തിനെയും കൂടെ മിക്സ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. മിന്നൽ ചുഴി പ്രെഡിക്റ്റ് ചെയ്യുക വളരെ അസാധ്യമാണ് ഈ ഗസ്റ്റായിട്ട് വരുന്ന വിൻഡ്. പക്ഷേ സ്കോൾ ടൈപ്പ് വിൻഡ് നമുക്ക് കുറച്ചുകൂടി ഒരു ലീഡ് ടൈമിൽ ഒരു 3 മണിക്കൂർ മുമ്പൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കാൻ പറ്റും, പലതരത്തിലുള്ള മോഡേൺ അഡ്വാൻസ്ഡ് ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്. ശരി, വളരെയധികം നന്ദി ഡോക്ടർ അഭിലാഷ്, താങ്കൾ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്, അതിഥിയായി എത്തിയതിന്. നമുക്ക്